ഹായ് എവ്രി വൺ, ബിസിനസ് ബസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫ്ലിപ്കാർട്ട് സെല്ലിംഗ് സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. ഇൻട്രൊഡക്ഷൻ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആമസോൺ സെല്ലർ സീരീസിൻ്റെ വീഡിയോസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് തന്നെ ഫ്ലിപ്കാർട്ടിലെ സെല്ലർ സീരീസും ആരംഭിക്കാനായിട്ട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇത്രയും ഡിലേ ആവാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആമസോൺ എത്രത്തോണ്ട് സുപരിചിതമാണോ അത്രത്തോണ്ട് എനിക്ക് ഫ്ലിപ്കാർട്ട് പരിചയമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സമയം എടുത്തിട്ട് എനിക്കൊരു ബേസിക് ഐഡിയാസ് എങ്കിലും വേണമല്ലോ. എങ്കിലല്ലേ എനിക്ക് വീഡിയോസ് ഷെയർ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ഡൗട്ട്സ് ചോദിച്ചാലും അത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തത്. ആമസോൺ പോലെയല്ല, ഫ്ലിപ്കാർട്ട് ഒരു ഇച്ചിരി കൂടി കോംപ്ലിക്കേഷൻ ആണ്. എങ്കിൽ പോലും ബേസിക് ഐഡിയ എല്ലാത്തിലും ലിസ്റ്റിംഗ് ചെയ്യുന്നതിനായാലും ശരി, സെല്ലിംഗ് ചെയ്യുന്നതിനായാലും ശരി, സെയിം തന്നെയാണ് ബേസിക് ബാക്ക് ബിഹൈൻഡുള്ള ഐഡിയ വരുന്നത്. അപ്പോൾ ആമസോൺ ആയിരിക്കും മെയിനായിട്ട്. നിങ്ങളിപ്പോൾ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ആമസോൺ സെല്ലിംഗ് തുടങ്ങുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അതിനുശേഷം മാത്രം ഫ്ലിപ്കാർട്ടിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നന്നാവാന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഫ്ലിപ്കാർട്ടിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് വരുന്നത് ബേസിക്കായിട്ട് GST നമുക്ക് മസ്റ്റ് ആണല്ലോ. GST വേണം. അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഇൻഫർമേഷൻ വരുന്നത് നിങ്ങൾ ആരുടെ പേരിലാണോ സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതേ നെയിമിൽ തന്നെ ആയിരിക്കണം ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവേണ്ടത്. അത് നിർബന്ധമാണ്. പിന്നെ ഫ്ലിപ്കാർട്ടിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പിൻകോഡ് സർവീസബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഫ്ലിപ്കാർട്ടിൻ്റെ ലോജിസ്റ്റിക്സ് ഉണ്ടല്ലോ, അവർ വന്നിട്ട് നമ്മുടെ ഓർഡേഴ്സ് പിക്ക് ചെയ്യുന്ന രീതിയിൽ അത് സർവീസബിൾ ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രോസസ്സിലേക്ക് നമുക്ക് കടക്കുമ്പോൾ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പൊക്കെ ആയിട്ട് ഈ ഒരു പിൻകോഡ് അടിച്ചു കൊടുക്കുക. അതിനുശേഷം അവർ അത് സർവീസബിൾ ആണോ അല്ലയോ എന്നുള്ളത് കാണിക്കും. സർവീസബിൾ ആണെന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് അക്കൗണ്ടായിട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മളവിടെ ബ്ലോക്ക് ആവുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന നിയർ ബൈ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന മറ്റുള്ളവരുടെ സ്പേസിൽ കൊണ്ടുപോയി വെക്കാം. എന്നിട്ട് അവരുടെ പിൻകോഡ് വെച്ചിട്ട് അത് സർവീസബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. കാരണം ഫ്ലിപ്കാർട്ടിൽ അധികം പിൻകോഡ്സ് ഒന്നും സർവീസബിൾ അല്ല. അപ്പോൾ നമുക്ക് പറ്റുന്ന ഓപ്ഷൻസ് ഒക്കെ നമ്മൾ ട്രൈ ചെയ്യുന്നത് നന്നായിരിക്കും. പിൻകോഡ് സർവീസബിൾ അല്ലെങ്കിൽ നമ്മളവിടെ ബ്ലോക്ക് ആവും എന്ന് ഉദ്ദേശിച്ചത് ഫ്ലിപ്കാർട്ട് ബ്ലോക്ക് ചെയ്യുന്നതല്ല. നമ്മളൊരു എന്താ പറയുക, നമുക്ക് സ്മൂത്തായിട്ട് സെല്ലിങ്ങിലേക്ക് കടക്കുന്ന സ്റ്റെപ്പിൽ നമ്മൾ ബ്ലോക്ക് ആവും എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഫീ സ്ട്രക്ചർ എങ്ങനെയാണ് ഫ്ലിപ്കാർട്ടിലേത് എന്നുള്ളതൊന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ മുകളിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഫീ സ്ട്രക്ചർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഫ്ലിപ്കാർട്ട് അവകാശപ്പെടുന്നത് ദി ലോവസ്റ്റ് കോസ്റ്റ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻ ദി ഇൻഡസ്ട്രി എന്നുള്ളതാണ്. മറ്റു പ്ലാറ്റ്ഫോംസിനെ അപേക്ഷിച്ചിട്ട് അവരുടെ ഇത് ലോവസ്റ്റ് കോസ്റ്റ് ആണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ അത് എത്രത്തോണ്ട് സത്യമാണെന്നുള്ളത് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫ്ലിപ്കാർട്ട് മാർക്കറ്റ് പ്ലേസിലെ ഫീ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഒരു കമ്മീഷൻ ഫീ ഉണ്ട്, ഷിപ്പിംഗ് ഫീ ഉണ്ട്, കളക്ഷൻ ഫീ ഉണ്ട്, ഫിക്സഡ് ഫീ ഉണ്ട്. അപ്പോൾ കമ്മീഷൻ ഫീ എന്ന് പറയുന്നത് നമുക്കറിയുന്ന പോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ വാല്യൂവിൻ്റെ ഒരു ചെറിയൊരു പെർസെൻറ്റേജ് ആയിരിക്കും കമ്മീഷൻ ഫീ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാറ്റഗറിക്ക് അനുസരിച്ചും നിങ്ങളുടെ പ്രൊഡക്റ്റ് കാറ്റഗറിക്ക് അനുസരിച്ചും അതിൻ്റെ സബ് കാറ്റഗറിക്ക് അനുസരിച്ചിട്ടും വാരി ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് ഓരോ പ്രൊഡക്റ്റ് കാറ്റഗറിക്കും ഡിഫറെൻറ്റ് കമ്മീഷൻ റേറ്റ്സ് ആയിരിക്കും. പിന്നെ അടുത്തത് വരുന്നത് ഷിപ്പിംഗ് ഫീ. ഷിപ്പിംഗ് ഫീ നമുക്കറിയുന്ന പോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ വെയിറ്റും അതുപോലെ ഷിപ്പ് ചെയ്യേണ്ട ലൊക്കേഷൻ ഏതാണെന്ന് വെച്ചാൽ അങ്ങോട്ടുള്ള ദൂരം അനുസരിച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. ഇത് നമ്മുടെ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് ഡെലിവറി ചെയ്യുന്നതിൻ്റെ ചാർജാണ്. ഇനി അടുത്തത് വരുന്നതാണ് കളക്ഷൻ ഫീ. കളക്ഷൻ ഫീ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫൈനലായിട്ട് കാർട്ടിലൊരു പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുമല്ലോ. അപ്പോൾ പേയ്മെൻറ്റ് നടത്താൻ ഉപയോഗിക്കുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിന് നമ്മൾ പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്ന് പറയും. അതായത് നെറ്റ് ബാങ്കിങ്ങിൻ്റെ ഫീച്ചർ ഉണ്ടായിരിക്കും, ക്രെഡിറ്റ് കാർഡ്, UPI, ഡെബിറ്റ് കാർഡ് എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ നമ്മൾ കാണാറുണ്ടല്ലോ കാർട്ടിൽ ആഡ് ചെയ്ത് ഫൈനൽ പേയ്മെൻറ്റ് നടത്തുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ഗേറ്റ്വേ ഉപയോഗിക്കുന്നതിനായിട്ട് കളക്ട് ചെയ്യപ്പെടുന്ന ചാർജിനെയാണ് നമ്മൾ കളക്ഷൻ ഫീ എന്ന് പറയുന്നത്. ഇതൊന്നല്ലെങ്കിൽ പേയ്മെൻറ്റ് ഗേറ്റ്വേ, അതായത് പ്രീപെയ്ഡ് ആയിട്ടുള്ള മുൻകൂട്ടി പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ള ഓർഡേഴ്സ് നമുക്ക് ലഭിക്കുമ്പോൾ അതിന് പേയ്മെൻറ്റ് ഗേറ്റ്വേയുടെ ചാർജ് ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി, ക്യാഷ് കളക്ഷൻ ചാർജസ് ആയിട്ടായിരിക്കും അത് കളക്ട് ചെയ്യുന്നത്. ഇനി അടുത്തത് വരുന്നതാണ് ഫിക്സഡ് ഫീ. ഫിക്സഡ് ഫീ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്ലിപ്കാർട്ട് അതിനകത്ത് നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസിൻ്റെ മുകളിലും ഒരു ചെറിയൊരു ഫീസ് ഈടാക്കുന്നതാണ്. അപ്പോൾ അതിനെ ഫിക്സഡ് ഫീ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്.
അപ്പോൾ ഇനി നമ്മളൊരു സെല്ലർ എന്ന രീതിയിൽ ഫ്ലിപ്കാർട്ടിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഒരു പ്രൊഡക്റ്റ് അപ്ലോഡ് ചെയ്തു, ലിസ്റ്റ് ചെയ്തു, അതിനുശേഷം നമുക്കൊരു ഓർഡർ വന്നു, അത് നമ്മൾ ഡിസ്പാച്ച് ചെയ്തു. അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് എപ്പോഴാണ് കിട്ടുക എന്നുള്ളതാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ സെറ്റിൽമെൻറ്റ് എമൗണ്ട് എത്ര രൂപ നമുക്ക് ലഭിക്കും എന്നുള്ളതും നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സെറ്റിൽമെൻറ്റ് എമൗണ്ട് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ ലഭിക്കുന്നത് ഓർഡർ ഐറ്റം വാല്യൂ, അതായത് നമ്മുടെ പ്രൊഡക്റ്റിന് നമ്മൾ എത്രയാണോ പ്രൈസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ പ്രൈസ് പ്ലസ് ഷിപ്പിംഗ് ചാർജസ്, കസ്റ്റമർ എത്രയാണോ പേ ചെയ്തതെന്ന് വെച്ചാൽ ആ ഷിപ്പിംഗ് ചാർജസും, പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് നമുക്ക് ലഭിക്കില്ലല്ലോ. അപ്പോൾ ആ ഒരു ഡിസ്കൗണ്ട് കിഴിച്ചിട്ട് കസ്റ്റമർ എത്രയാണോ ഫൈനൽ എമൗണ്ട് ഈ ഒരു പ്രൊഡക്റ്റിനായിട്ട് പേ ചെയ്തത് പ്ലസ് ഷിപ്പിംഗ് ചാർജസ് എത്രയാണെന്ന് വെച്ചാൽ അത് മൈനസ് മാർക്കറ്റ് പ്ലേസ് ഫീ ഇൻക്ലൂഡ്സ് ഷിപ്പിംഗ് ഫീ, പിന്നെ ഫിക്സഡ് ഫീ ആൻഡ് സെല്ലിംഗ് കമ്മീഷൻ. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷിപ്പിംഗ് ഫീ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രൊഡക്റ്റ് വെയിറ്റിനെയും ഷിപ്പിംഗ് ലൊക്കേഷനെയും അനുസരിച്ചിട്ട് വരുന്ന ഷിപ്പിംഗ് ഫീ. പിന്നെ അതിന് പോരാതെ ഫ്ലിപ്കാർട്ടിന് ഒരു സ്മോൾ ഫിക്സഡ് ഫീ ഉണ്ടാവും എല്ലാ സെയിൽസ് ഓർഡേഴ്സിനും എന്ന് പറഞ്ഞു. അപ്പോൾ അത്, പിന്നെ ഫ്ലിപ്കാർട്ടിൻ്റെ കമ്മീഷൻ, ഇത്രയും കാര്യങ്ങളാണ് മാർക്കറ്റ് പ്ലേസ് ഫീയിൽ വരുന്നത്. അതിനുശേഷം ഈ എത്രയാണോ മാർക്കറ്റ് പ്ലേസ് ഫീ വന്നത് അതിൻ്റെ മുകളിലൊരു 18% GST ഉണ്ടാവും. അത് ആമസോണിൽ സെല് ചെയ്യുന്നവർക്ക് അറിയാം. 18% ആമസോൺ ഫീസിൻ്റെ മുകളിലുള്ള GSTയും അവർ ഈടാക്കുന്നതാണ് സർവീസ് ചാർജസിൻ്റെ വകുപ്പിലായിട്ട്. അപ്പോൾ അതും മൈനസ് ചെയ്തതിന് ശേഷം കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും നമുക്ക് ഫൈനൽ കിട്ടുന്ന ബാങ്കിൽ ക്രെഡിറ്റ് ആവുന്ന എമൗണ്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സെറ്റിൽമെൻറ്റ് നിങ്ങൾക്ക് എന്ന് കിട്ടും എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു ഓർഡർ വന്നു, അത് ഡിസ്പാച്ച് ചെയ്തതിന് ശേഷം 7 മുതൽ 15 ബിസിനസ് ഡേയ്സിൻ്റെ ഉള്ളിലാണ് ഫ്ലിപ്കാർട്ട് നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് തരുന്നത്. ഇനി നമുക്ക് ഷിപ്പിംഗ് ഫീസ് എത്രയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. ഫ്ലിപ്കാർട്ടിൽ ഒരു കാര്യം നിർബന്ധമുള്ളത് ഷിപ്പിംഗ് ഫീസ് നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ സെറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ലോക്കലാണ്, നാഷണലാണ്, റീജിയണൽ ആണെന്നുണ്ടെങ്കിലും ശരി, ഫ്ലിപ്കാർട്ട് ഒരു എമൗണ്ട് റെക്കമെൻഡ് ചെയ്യും നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ വെയിറ്റ് അനുസരിച്ചിട്ട്, ഡയമെൻഷൻസ് അനുസരിച്ചിട്ട്. അപ്പോൾ അത്രയും നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ അടുത്തൊന്നും ചാർജ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ മാത്രമല്ല ഫ്ലിപ്കാർട്ടിൻ്റെ ലോജിസ്റ്റിക് പാർട്ട്നേഴ്സ് തന്നെയാണ് നമ്മുടെ പ്രൊഡക്ട്സ് ഡെലിവറി ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് കൊറിയർ സർവീസ് ഉപയോഗിച്ചുകൊണ്ട് സെല് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഫ്ലിപ്കാർട്ടിൽ ഇല്ല എന്നാണ് എൻ്റെ അറിവ്. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഫ്ലിപ്കാർട്ടിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിൻകോഡ് സർവീസബിൾ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രൊസീഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മളൊരു സെയിൽസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഡെലിവറി ചാർജസ് ഇവർ പറയുന്നത് എത്രയാണെന്ന് വെച്ചാൽ അത് ഡിഡക്ട് ചെയ്തതിന് ശേഷം വരുന്ന എമൗണ്ടാണ് നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നത്. ഈ ഷിപ്പിംഗ് ഫീ ഇവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രൊഡക്റ്റിൻ്റെ ആക്ച്വൽ വെയിറ്റോ അല്ലെങ്കിൽ വോളിമെട്രിക് വെയിറ്റോ വെച്ചിട്ടാണ്. വിച്ച് എവർ ഈസ് ഹയർ, ഏതാണോ ഏറ്റവും കൂടുതൽ അതാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ വോളിയോമെട്രിക് വെയിറ്റ് എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് ഇവിടെ തന്നെ ബോൾഡ് ലെറ്റേഴ്സിൽ കൊടുത്തിട്ടുണ്ട്. വോളിയോമെട്രിക് വെയിറ്റ് kg is equal to length centimeter into breadth centimeter into height centimeter divided by 5000 എന്നുള്ളത്. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഫൈനലായിട്ട് പാക്കേജ് ചെയ്തതിന് ശേഷം ആ ഒരു ബോക്സ് അല്ലെങ്കിൽ പൗച്ച് നിങ്ങൾ മെഷർ ചെയ്യുക. ഹൈറ്റ് എത്രയാണ്, ബ്രെഡ്ത്ത് എത്രയാണ്, ലെങ്ത് എത്രയാണ് സെൻറ്റിമീറ്റേഴ്സിൽ വരുന്നത് എന്നുള്ളത് നോട്ട് ഡൗൺ ചെയ്തതിന് ശേഷം അതിനുശേഷം ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് ഡിവൈഡഡ് ബൈ 5000 ചെയ്യാം. അതിനെയാണ് നമ്മൾ വോളിയോമെട്രിക് വെയിറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾ ഈ ഒരു പാക്കേജ് ചെയ്തിട്ടുള്ള ഇതേ സെയിം സംഭവം നമ്മളൊന്ന് വെയ് ചെയ്യാം. വെയിങ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് വെയ് ചെയ്യാം. അതാണ് ആക്ച്വൽ വെയിറ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മുടെ ആക്ച്വൽ വെയിറ്റും വോളിയോമെട്രിക് വെയിറ്റും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ് ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ അതാണ് നമ്മളിവിടെ വെയിറ്റ് സ്ലാബിൽ കൺസിഡർ ചെയ്യുന്ന എമൗണ്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ പ്രൈസിങ് ചാർട്ട് കൊടുത്തിട്ടുണ്ട്. വെയിറ്റ് സ്ലാബ് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ ഒരു 300 ഗ്രാംസേ വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ 0, ഇവിടെ ഫസ്റ്റ് ഓപ്ഷനിലാണല്ലോ വരിക. ഫസ്റ്റ് 0 kg to 0.5 kg, അതായത് 500 ഗ്രാംസ് വരെ വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ലോക്കൽ ഷിപ്പിങ്ങിനായിട്ട് 42 റുപ്പീസും സോണൽ, ഇൻട്രാസോൺ അല്ലെങ്കിൽ റീജിയണൽ ആയിട്ട് വരുന്നതിന് 49 റുപ്പീസാണ്. നാഷണലിൽ വരുന്നത് 62 റുപ്പീസാണ്. അപ്പോൾ ഇതുപോലെ ആയിരിക്കണം നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ വെയിറ്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ അഡീഷണൽ ഇപ്പോൾ ഒരു kgയുടെ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബേസ് സ്ലാബ് ഉണ്ടല്ലോ അതിൻ്റെ അഡീഷണൽ ആയിട്ട് അടുത്ത എമൗണ്ട് കൂടി ആഡ് ചെയ്തിട്ടുള്ള ഫൈനൽ എമൗണ്ട് ആണ് വരിക. പിന്നെ ഇവിടെ നോട്ടിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഷിപ്പിംഗ് റേറ്റ് ഫോർ ഫോർവേഡ് ഷിപ്മെൻറ്റ്സ് ഈസ് അപ്ലിക്കബിൾ ഫോർ ബ്രോൺസ് സെല്ലേഴ്സ് ഓൺലി. അപ്പോൾ ഒരു പുതിയൊരു സെല്ലർ ആണെന്നുണ്ടെങ്കിൽ ബ്രോൺസ് സെല്ലറായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഫോർവേഡ് ഷിപ്മെൻറ്റ് എന്നുള്ളത് എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് പറയാം. ഫോർവേഡ് ഷിപ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സെല്ലർ അവരുടെ ഓർഡർ കസ്റ്റമേഴ്സിലേക്ക് ഡെലിവറി ചെയ്യുന്നതിൻ്റെ ആ ഒരു ഷിപ്പിംഗ് പ്രോസസ്സിനെയാണ് നമ്മൾ ഫോർവേഡ് ഷിപ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു സെല്ലറിൻ്റെ ഭാഗത്ത് നിന്ന്
ഒരു ഓർഡർ കസ്റ്റമറിനായിട്ട് പോവുകയാണ്. അതിനെ നമ്മൾ ഫോർവേഡ് ഷിപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ ഓർഡർ കസ്റ്റമർ റിസീവ് ചെയ്തതിന് ശേഷം റോങ് ആയിട്ടാണ് റിസീവ് ചെയ്തതെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ഇഷ്യൂസ് പറഞ്ഞിട്ട് സെല്ലേഴ്സിൻ്റെ അടുത്തേക്ക് തിരിച്ചയക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ റിവേഴ്സ് ഷിപ്മെൻറ്റ് എന്ന് പറയും. അപ്പോൾ ബ്രോൺസ് കാറ്റഗറിക്കുള്ള റേറ്റാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ആ ഒരു ബ്രോൺസ് കാറ്റഗറിയിൽ നിന്ന് നമ്മൾ മാറണം എന്നുണ്ടെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ സെയിൽസ് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ബ്രോൺസ് കാറ്റഗറിയിൽ നിന്ന് മാറി സിൽവർ കാറ്റഗറിയിലേക്ക് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ കൂടുതൽ സെല്ല് ചെയ്തു സിൽവർ സെല്ലറായി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10% ഈ ഒരു ഷിപ്പിംഗ് ഫീയിൽ നിന്ന്, അതായത് ഫോർവേഡ് ഷിപ്പിങ്ങിൻ്റെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫീൽഡ് 10% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. പിന്നെ അത് മാറി നിങ്ങളൊരു ഗോൾഡ് സെല്ലർ ആവുകയാണെന്നുണ്ടെങ്കിൽ 20% ആണ് നിങ്ങൾക്ക് ഫോർവേഡ് ഷിപ്മെൻറ്റിന് ഫീസിൽ നിന്ന് റിഡക്ഷൻ ലഭിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു ടയറിങ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് നമുക്കിവിടെ അവർ കൊടുത്തിട്ടുള്ള ആ ഒരു ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ സെല് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ അധികം നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ബെനിഫിറ്റ്സ് എൻജോയ് ചെയ്യാം എന്നുള്ളതാണ് അവർ പറയുന്നത്. നമ്മുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം ഒരു ബ്രോൺസ് സെല്ലറിൽ നിന്ന് നമ്മളെ സിൽവർ സെല്ലറായിട്ടോ അല്ലെങ്കിൽ ഗോൾഡ് സെല്ലറായിട്ടോ അവർ അപ്ഗ്രേഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് അവർ കൺസിഡർ ചെയ്യുന്ന മെട്രിക്സ് എന്താണെന്ന് വെച്ചാൽ ഗ്രോസ് മാർജിനൽ വാല്യൂ, എത്ര രൂപയുടെ സെയിൽസ് നമ്മൾ ഉണ്ടാക്കി മൊത്തത്തിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് സോൾഡ്, എത്ര നമ്പർ ഓഫ് യൂണിറ്റ്സ് നമ്മൾ സെല് ചെയ്തു, പിന്നെ പോരാത്തതിന് എത്ര നമുക്ക് വന്ന ഓർഡേഴ്സിൽ നിന്ന് ഒരു സെല്ലർ എന്ന രീതിയിൽ നമ്മൾ എത്ര ഓർഡേഴ്സ് ക്യാൻസൽ ചെയ്തു, നമ്മുടെ ഭാഗത്തു നിന്നുള്ള ക്യാൻസലേഷൻസ് എത്ര ഉണ്ടായി, RTD ബ്രീച്ചസ്, അതായത് റെഡി ടു ഡിസ്പാച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്, അത് നമ്മൾ എത്രത്തോണ്ട് ബ്രീച്ച് ചെയ്തു. അതായത് ഒരു ഓർഡർ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ പാക്ക് ചെയ്തതിന് ശേഷം ഫൈനലി ഇപ്പോൾ ആമസോൺ സെല്ലറാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഫൈനലി ഫ്ലിപ്കാർട്ടിൻ്റെ ലോജിസ്റ്റിക്സിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാനായിട്ട് റെഡി ടു ഡിസ്പാച്ച് എന്ന രീതിക്ക് അത് മാറ്റും. ഓൺലൈനായിട്ട് നമ്മൾ തന്നെ മാറ്റുന്നതാണ്. നമ്മളധികം വൈകാതെ ഓർഡർ പ്രോസസ്സിങ്ങിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അറിയാനായിട്ട് പറ്റുന്നതാണ് നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ ഫൈനലായിട്ട് അവർ വന്ന് പിക്ക് ചെയ്യാൻ റെഡി ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ സെറ്റ് ചെയ്തു, എന്നിട്ട് അത് നമ്മൾ എത്രത്തോണ്ട് വാക്ക് തെറ്റിച്ചു എന്നുള്ളതാണ് അവരവിടെ കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ് വരുന്നത്. പിന്നെ മാത്രമല്ല നമ്മുടെ പ്രൊഡക്ട്സിന് എത്രത്തോണ്ട് റേറ്റിംഗ്സ് ഉണ്ട് എന്നുള്ളതും അവർ കൺസിഡർ ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അപ്പോൾ ഒരു ബ്രോൺസ് ടയറിലുള്ള സെല്ലർ ആവാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സെല്ലർ എന്ന രീതിയിൽ ഫ്ലിപ്കാർട്ടിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്രോൺസ് ടയറിൽ നിന്നാണ്. അതിനുശേഷം അവർ പറയുന്നത് ഫ്ലിപ്കാർട്ട് ഡാഷ്ബോർഡിലെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള മറ്റനവധി ടൂൾസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ പല ബെഞ്ച് മാർക്സും കവർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഗോൾഡ് ടയറിലേക്കും അല്ലെങ്കിൽ സിൽവർ ടയറിലേക്കൊക്കെ പ്രൊമോഷൻ ലഭിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അവർ പറയുന്നത് ചുരുങ്ങിയത് 30 ലക്ഷത്തിൻ്റെങ്കിലും സെയിൽസ് ഉണ്ടാക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ 4000 പ്രൊഡക്റ്റ് യൂണിറ്റ്സ് എങ്കിലും സെല്ല് ചെയ്യുക എന്നുള്ളതാണ്. ഇതിലേതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ തന്നെ നമ്മൾ ആ ഒരു ക്രൈറ്റീരിയ കവർ ചെയ്തു. പിന്നെ അടുത്തത് വരുന്നത് നമുക്ക് 0.5%-നേക്കാളും ചുരുങ്ങിയ സെല്ലർ ക്യാൻസലേഷൻസ് ആയിരിക്കണം നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാവേണ്ടത്. അപ്പോൾ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാനായിട്ട് നമ്മൾ ലിസ്റ്റ് ചെയ്തു, അതിനകത്ത് ഓർഡേഴ്സ് വന്നു. അപ്പോൾ എന്തെങ്കിലും റീസൺസ് കൊണ്ട് സ്റ്റോക്ക് ഇല്ലാതെയൊക്കെ ആകുമ്പോൾ നമ്മളത് എന്ത് ചെയ്യും, സെല്ലർ ക്യാൻസലേഷൻ കൊടുക്കും. അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ക്യാൻസലേഷൻ ആയതുകൊണ്ട് തന്നെ അവരത് നോട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഓർഡേഴ്സിൻ്റെ 0.5%-നേക്കാളും താഴെ ആയിരിക്കണം നമ്മുടെ സെല്ലർ ക്യാൻസലേഷൻസ് വരേണ്ടത്. ഇനി ഇതേപോലെ തന്നെ 1.4%-നേക്കാളും കുറവായിരിക്കണം RTD ബ്രീച്ചസ് വരേണ്ടത്. പിന്നെ പോരാതെ നമ്മുടെ പ്രൊഡക്റ്റ് കാറ്റഗറിക്ക് അനുസരിച്ചിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് അഡ്വക്കേറ്റ് ആയിട്ടുള്ള, അതിന് തത്തുല്യമായിട്ടുള്ള റേറ്റിംഗ്സ് നമ്മുടെ പ്രൊഡക്റ്റിന് ലഭിച്ചിട്ടുണ്ടാവണം എന്നുള്ളതും ഇവർ കൺസിഡർ ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. നമ്മുടെ പ്രൊഡക്റ്റ് കാറ്റഗറിക്ക് ഫ്ലിപ്കാർട്ട് ഉപയോഗിക്കുന്ന ഒരു ടേമാണ് വെർട്ടിക്കൽ എന്ന് പറയുന്നത്. ഇനി ഇത് തന്നെ ഗോൾഡ് ടയറിലേക്കുള്ള പ്രൊമോഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ മിനിമം 60 lakhs-നോ അല്ലെങ്കിൽ 9000 യൂണിറ്റ്സിൻ്റെ സെയിൽസോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. 0.15%-എങ്കിലും താഴെ ആയിരിക്കണം നമ്മുടെ സെല്ലർ ക്യാൻസലേഷൻസ് വരേണ്ടത്. ലെസ് ദാൻ 1% ആയിരിക്കണം RTD ബ്രീച്ചസ് ഉണ്ടാവേണ്ടത്. മാത്രമല്ല നമ്മുടെ വെർട്ടിക്കലിനനുസരിച്ചിട്ടുള്ള അഡ്വക്കേറ്റ് റേറ്റിംഗ്സും നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫ്ലിപ്കാർട്ട് എങ്ങനെയാണ് ലോക്കൽ, സോണൽ, നാഷണൽ എന്ന് പറഞ്ഞിട്ട് ചാർജസ് ഈടാക്കുന്നതെന്നുള്ളത് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. സെല്ലറിൻ്റെ സിറ്റിക്കകത്ത് തന്നെയാണ് പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതിനെ ലോക്കൽ എന്ന് പറയും. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോർഡേഴ്സ് അനുസരിച്ചിട്ട് നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യ, ഈസ്റ്റ് ഇന്ത്യ, വെസ്റ്റ് ഇന്ത്യ എന്ന് പറയുമല്ലോ, അതിനനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻട്രാ സോൺ എന്ന് പറയും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെല്ലർ ഉള്ളത് കേരളത്തിലാണെന്ന് വിചാരിക്കാം, നമുക്ക് പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യേണ്ടത് കസ്റ്റമർ ഉള്ളത് ബാംഗ്ലൂരാണെന്ന് വിചാരിക്കാം. അപ്പോൾ
നമ്മുടെ ഇത് വരുന്നത് എങ്ങനെയാണ്, സോണലിലാണ് വരുന്നത്. കാരണം കർണാടകയും കേരളയും സൗത്ത് ഇന്ത്യൻ സോണിൽ തന്നെ പെടുന്നതുകൊണ്ട് സെയിം സോണിലാണ് നമുക്ക് ഡെലിവറി ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ചാർജസ് ഈടാക്കപ്പെടുന്നത് സോണൽ റേറ്റ്സിനനുസരിച്ചിട്ടായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് സൗത്ത് ഇന്ത്യയിൽ നിന്ന് നോർത്ത് ഇന്ത്യയിലേക്കാണ് പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് നാഷണൽ കാറ്റഗറിയിലാണ് പെടുന്നത്. ഇൻ്റർ സോൺ കാറ്റഗറിയിലാണ് അത് വരുന്നത്. കാരണം ഒരു സോണിൽ നിന്ന്, സൗത്ത് ഇന്ത്യൻ സോണിൽ നിന്ന് നമ്മൾ നോർത്ത് ഇന്ത്യൻ സോണിലേക്കാണ് അയക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഷിപ്പിംഗ് ചാർജസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ അവർ പ്രത്യേകം പറയുന്നുണ്ട്, ഷിപ്പിംഗ് റേറ്റ്സ് മെൻഷൻ ചെയ്തിട്ടുള്ളത് ടാക്സ് എക്സ്ക്ലൂസീവ് ആണ്, ടാക്സ് അതിനകത്ത് കൺസിഡർ ചെയ്തിട്ടില്ല. അപ്പോൾ ഷിപ്പിംഗ് ഫീസ് നമ്മൾ കണ്ടു. ഇനി കളക്ഷൻ ഫീസ് എത്രയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പ്രീപെയ്ഡ് ആയിട്ടും പോസ്റ്റ് പെയ്ഡ് ആയിട്ടും ഓർഡേഴ്സ് ലഭിക്കും. അപ്പോൾ അതിൻ്റെ ബേസിസിലായിട്ട് ഒരു ചെറിയൊരു പേയ്മെൻറ്റ് കളക്ഷൻ ഫീ ഫ്ലിപ്കാർട്ട് ഈടാക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കളക്ഷൻ ഫീ എന്ന് പറയുന്നത് കസ്റ്റമർ ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് അവരുടെ ഓർഡർ പ്ലേസ് ചെയ്തത് അതിനനുസരിച്ചിട്ടാണ്. അതായത് ചില കസ്റ്റമേഴ്സ് പ്രീപെയ്ഡ് ആയിട്ടുള്ള ഓർഡർ പ്ലേസ് ചെയ്യുമല്ലോ, അതായത് മുൻകൂട്ടി തന്നെ അവർ ക്യാഷ് ഓൾറെഡി പെയ്ഡ് ആണ്. അങ്ങനെയുള്ള ഓർഡേഴ്സ് നമുക്ക് ലഭിക്കുമ്പോൾ അതിന് വേറെ എമൗണ്ട് ആണ് ചാർജ് ചെയ്യുന്നത്. ഇനി അതല്ല പോസ്റ്റ് പെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വേറൊരു എമൗണ്ട് ആണ് ചാർജ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഒരു പ്രീപെയ്ഡ് ഓർഡറിന് പേയ്മെൻറ്റ് ഗേറ്റ് വേക്ക് അനുസരിച്ചിട്ടാണ് ക്യാഷ് ചാർജ് ചെയ്യപ്പെടുന്നത്. ഇനി പോസ്റ്റ് പെയ്ഡ് ഓർഡർ ആണെന്നുണ്ടെങ്കിൽ ക്യാഷ് കളക്ഷൻ ചാർജസ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കളക്ഷൻ ഫീ ചാർജ് ചെയ്യപ്പെടുന്നത് നമ്മുടെ ഫൈനൽ സെല്ലിംഗ് പ്രൈസ് ഓഫ് എ പ്രൊഡക്റ്റ് അനുസരിച്ചിട്ടാണ്. MRP അല്ല, നമ്മൾ എത്രയ്ക്കാണോ വിൽക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ ഡിസ്കൗണ്ട് എല്ലാം കിഴിച്ചതിന് ശേഷം ആ ഒരു എമൗണ്ടിൻ്റെ മുകളിലാണ് ഈ ഒരു കളക്ഷൻ ഫീ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ഫൈനൽ സെല്ലിംഗ് പ്രൈസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫൈനലായിട്ട് നമ്മുടെ കസ്റ്റമർ ഷിപ്പിംഗ് ചാർജസ് അടക്കം പേ ചെയ്യുന്ന ആ ഒരു എമൗണ്ടിനെയാണ്. അപ്പോൾ ഈ ഒരു കളക്ഷൻ ഫീസ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾ ബ്രോൺസ് സെല്ലർ ആണെന്നുണ്ടെങ്കിലും ഗോൾഡ് സെല്ലർ ആണെന്നുണ്ടെങ്കിലും സിൽവർ സെല്ലർ ആണെന്നുണ്ടെങ്കിലും സെയിം ചാർജസ് തന്നെയാണ് വരുന്നത്. നിങ്ങൾ ഗോൾഡ് സെല്ലർ ആയി എന്ന് വിചാരിച്ചിട്ട് അഡീഷണൽ ഡിസ്കൗണ്ട് ഒന്നും ഫ്ലിപ്കാർട്ട് ഓഫർ ചെയ്യുന്നില്ല. എല്ലാവർക്കും സെയിം റേറ്റ് തന്നെയാണ് കളക്ഷൻ ഫീ ആയിട്ട് കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നത് 500 രൂപയാണെന്നുണ്ടെങ്കിൽ 0 to 750 എന്നുള്ള ആ ഒരു സ്ലാബിലായിരിക്കും വരുന്നത്. നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു പ്രീപെയ്ഡ് ഓർഡറാണ് കസ്റ്റമറിൻ്റെ ഭാഗത്തു നിന്നുണ്ടെന്നുണ്ടെങ്കിൽ 500 into 2% ആയിരിക്കും നിങ്ങൾക്ക് കളക്ഷൻ ഫീ ആയിട്ട് കൊടുക്കേണ്ടി വരിക. ഇനി അതല്ല അവരതൊരു ക്യാഷ് ഓൺ ഡെലിവറി ഓർഡർ ആയിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ 15 രൂപയാണ് നമുക്ക് പേ ചെയ്യേണ്ടതായിട്ട് വരിക കളക്ഷൻ ഫീ ആയിട്ട്. ഇനി നിങ്ങളുടെ ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് വരുന്നത് 750ക്ക് മുകളിലാണെന്നുണ്ടെങ്കിൽ പ്രീപെയ്ഡ് ഓർഡർ ആണെങ്കിലും പോസ്റ്റ് പെയ്ഡ് ഓർഡർ ആണെന്നുണ്ടെങ്കിലും 2% ആണ് നമ്മൾ കളക്ഷൻ ഫീ ആയിട്ട് പേ ചെയ്യേണ്ടി വരിക. ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താണ് ഫിക്സഡ് ഫീസ് എന്നുള്ളത് നോക്കാം. ഫ്ലിപ്കാർട്ടിൻ്റെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് നടന്നിട്ടുള്ള എല്ലാ സക്സസ്ഫുൾ ആയിട്ടുള്ള സെയിൽ ട്രാൻസാക്ഷൻസിൻ്റെ മുകളിലും അവരൊരു ചെറിയൊരു എമൗണ്ട് ചാർജ് ചെയ്യും. അതിനെയാണ് ഫിക്സഡ് ഫീ എന്ന് പറയുന്നത്. ഇവിടെ സക്സസ്ഫുൾ സെയിൽ ട്രാൻസാക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഓർഡർ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് കസ്റ്റമേഴ്സിന് ഡെലിവർ ചെയ്തു ആൻഡ് അവരതിനകത്ത് സാറ്റിസ്ഫൈഡ് ആണ്, അല്ലെങ്കിൽ അവരത് തിരിച്ച് റിട്ടേൺ ചെയ്യത്തില്ല എന്നുണ്ടെങ്കിൽ അതിനെ ഒരു സക്സസ്ഫുൾ സെയിൽ ട്രാൻസാക്ഷൻ ആയിട്ടാണ് ഫ്ലിപ്കാർട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇൻ കേസ് നമ്മുടെ കസ്റ്റമർ അത് റിട്ടേൺ ചെയ്തു അല്ലെങ്കിൽ കൊറിയർ അത് റിട്ടേൺ ചെയ്തു എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീസ് ചാർജ് ചെയ്യപ്പെടുന്നില്ല. ഇത് സക്സസ്ഫുൾ ആയിട്ടുള്ള സെയിൽസിന് മാത്രമേ ചാർജ് ചെയ്യപ്പെടുന്നുള്ളൂ. ഈ ഒരു ഫിക്സഡ് ഫീ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ പ്രൊഡക്റ്റ് കാറ്റഗറിക്ക് അനുസരിച്ചിട്ടോ സെല്ലർ ടയറിനനുസരിച്ചിട്ടോ അല്ല. ഇത് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ മാറുന്നത് ഓർഡർ ഐറ്റം വാല്യൂവിനനുസരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ എത്രയായിരുന്നോ സെല്ലിംഗ് പ്രൈസ് എത്രയായിരുന്നോ അതിനനുസരിച്ചിട്ടാണ് ഈ ഒരു റേറ്റ് ഫിക്സഡ് ഫീ ആയിട്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് ഈടാക്കുന്നത്. ഓർഡർ ഐറ്റം വാല്യൂ മാത്രമാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. 300 റുപ്പീസിന് മുകളിലാണെന്നുണ്ടെങ്കിൽ 11 രൂപ ചാർജ് ചെയ്യും. 1000 രൂപയ്ക്ക് മുകളിലാണെന്നുണ്ടെങ്കിൽ 37 രൂപ ചാർജ് ചെയ്യും. അങ്ങനെയാണ് അത് വരുന്നത്. അതല്ലാതെ പ്രൊഡക്റ്റ് കാറ്റഗറിക്ക് അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ സെല്ലർ ടയറിനനുസരിച്ചിട്ടോ ഗോൾഡ് ടയർ സിൽവർ ടയർ അനുസരിച്ചിട്ടോ ഒന്നുമല്ല ഈ ഒരു റേറ്റ് മാറുന്നത്. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് കൺക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. 18 മിനിറ്റ് ഓൾറെഡി കഴിഞ്ഞു. ഇനിയും നമ്മൾ ഡിസ്കസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അത് ഒത്തിരി ലോങ് ആയി പോകും. അടുത്ത വീഡിയോയിൽ നമുക്ക് എന്തൊക്കെയാണ് ഫുൾഫിൽമെൻറ്റ് ടൈപ്സ് വരുന്നത്, പ്രോഫിറ്റബിലിറ്റി കാൽക്കുലേറ്റർ എങ്ങനെ ഉപയോഗിക്കുക ഫ്ലിപ്കാർട്ടിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകരിച്ചു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.